ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണ്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. രാവിലെ എണ്ണീറ്റുടനെ ഈ കൂട്ടി കിടക്കുന്ന എവനെ പുറത്തിറക്കും. എവൻ കുറേ നേരം കൊണ്ടേ വിളിക്കുകയാണ് എന്നെ ഒന്ന് പുറത്തിറക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കട്ടനൊക്കെ ഇട്ട് കുളിച്ചിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. പോയി കുളിച്ചു, അങ്ങോട്ട് ഒരുങ്ങാൻ തുടങ്ങി. എൻ്റെ അടുത്ത ടാസ്ക്കാണ് ദാ ഈ കിടക്കുന്ന ഇവനെ ഉണർത്തി എടുത്ത് അവനെ റെഡിയാക്കി എടുക്കുക എന്നാണ് അടുത്ത ടാസ്ക്. അവൻ ഉണരാൻ ടൈം എടുത്തപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവനെ റെഡിയാക്കി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അവൻ ഇപ്പോഴാണൊന്ന് ചിരിച്ചത്. ഇത്രയും നേരം ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. ഈ പാശം ചിരിച്ചപ്പോൾ നമുക്കും ഓക്കെ ആയി. പിന്നെ ക്ഷേത്രത്തിൽ പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്നൊരു ചായയും കുടിച്ചൊരു ബിസ്ക്കറ്റും കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഫുഡും കഴിച്ച് അങ്ങോട്ട് പരിപാടി തുടങ്ങി. ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കുക. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് കുറച്ച് കളിച്ചിട്ട് പുറത്തോട്ടിറങ്ങി. എങ്ങോട്ട് പോകണം എന്നൊന്നും വലിയ പ്ലാനൊന്നുമില്ല, എന്നാലും വെറുതെ ഇറങ്ങാം, ഓണം ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കനകക്കുന്നാണ് ഫസ്റ്റ് പോയത്. അതിന് മുന്നേ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ആൻറ്റി ഒരു കവർ അവൻ്റെ കയ്യിൽ കൊടുത്തു. ആ കവറിൽ എന്താണെന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പം തന്നെ തുറന്നു നോക്കി, ഇതൊക്കെയായിരുന്നു. പിന്നെ കനകക്കുന്ന് പോയി. കനകക്കുന്നാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. പിന്നെ അവിടെ ഇറങ്ങിയില്ല. അവിടെ നിന്ന് നേരെ ശംഖുവത്തോട്ട് വന്നു. ശംഖുവത്തും ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ വെട്ടുകാട് ചർച്ചിൽ കയറി കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് വന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട.